നമ്മള് വടി മേടിച്ചു സോറി ഹലോ, വെൽക്കം ടു ഗായത്രി ടോക്സ്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വാഴത്തോൾ വാട്ടർഫോൾസ് എന്ന് പറയുന്ന വാട്ടർഫോൾസിലാണ്. ഇത് വിതുര, നെടുമങ്ങാട്, പൊന്മുടി പോകുന്ന റൂട്ടാണ് ഈ സ്ഥലം ഉള്ളത്. നമ്മൾ ഫസ്റ്റ് 2 പേർക്ക് പാസ് എടുക്കണമെങ്കിൽ 1000 ആവും. പക്ഷെ നമ്മൾ വേറൊരു ഗ്രൂപ്പിന്റെ കൂടെ ചേരുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കുറഞ്ഞു. ഇപ്പൊ നമ്മൾ 400 വന്നേക്കുന്നത്. ഇപ്പൊ മിനിമം നമ്മൾ 8 പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോ ഇതാണ് ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത 1.5 കിലോമീറ്റർ ഇനി ഉണ്ട് നടക്കാന്. പിന്നെ നമുക്ക് വടി കിട്ടിയത് നമ്മൾ പോയ ആൾക്കാരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് സോളോ ആയിട്ട് വരണാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഓരോ 250 മീറ്റേഴ്സ് കഴിഞ്ഞിട്ടും ഓരോ ഗാർഡ്സ് നിൽപ്പുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ പോകുന്നത് ഇച്ചിരി ഹാർഡായിട്ടുള്ള സംഭവമാണ്. ഇതുവരെ കുഴപ്പമില്ല, ഒരു മീഡിയം ആയിരുന്നു. ഇത് ഇച്ചിരി ഹാർഡാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഗായ്സ്, ഇറ്റ്സ് സോ ഹാർഡ്. നമ്മൾ നേരത്തെ കണ്ട 2 വീഡിയോ ക്ലിപ്പും ഒരു കയറ്റത്തിൻ്റെ വീഡിയോ ക്ലിപ്പാണ്. ഇതാണ് ഏറ്റവും ഹൈറ്റുള്ള ഒരു കയറ്റം എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി ടാസ്ക്കാണ്, കവറപ്പ് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. സോ പ്രായവരൊക്കെ വരുന്നതാണെങ്കിൽ സൂക്ഷിക്കുക. നല്ലപോലെ നമ്മൾ ടയർഡാവും. സോ ഒരു 3 ബോട്ടിൽ വെള്ളമെങ്കിലും കരുതുന്നത് നന്നായിരിക്കും. നമുക്ക് വെള്ളം തികഞ്ഞില്ല. സോ അതാ പറയുന്നത്. ഈ ക്ലിപ്പിൽ നമ്മുടെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇനി 600 മീറ്ററോടെ നമുക്ക് കവറപ്പ് ചെയ്യാനുള്ളൂ. എന്ന് നമ്മൾ സ്പോട്ട് ഡെസ്റ്റിനേഷനിലെത്തും. നമ്മൾ മുന്നേ കണ്ട കയറ്റം പോലെ ഇച്ചിരി ടാസ്ക് ആയിരുന്നു ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്. നമ്മൾ ഒരു ഗുഹയ്ക്കകത്ത് പോകുന്ന പോലെ ഇരിക്കും. നമ്മൾ കയ്യിൽ 2 ഉടുപ്പെങ്കിലും കരുതിയിരിക്കണം. കാരണം നമുക്ക് അവിടെ വാട്ടർഫോളിൽ ഇറങ്ങാൻ ഒരു ഡ്രസ്സ് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഈ എയർപോർട്ടിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങി നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ചെന്നെത്തിയിട്ട് നമ്മൾ ഇറങ്ങുന്ന കാര്യം നമുക്ക് ഈസി ആയിരിക്കും. കയറുന്ന മാത്രമേ ഇച്ചിരി ടാസ്ക്കായിട്ട് തോന്നത്തുള്ളൂ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. സ്നാക്സ് ഐറ്റങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ഓറഞ്ച് അങ്ങനത്തെ പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലാത്ത ഐറ്റംസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാരണം നമ്മൾ ഇത്രയും കലോറീസ് ബേൺ ചെയ്യുകയാണ്. എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും നമുക്കത് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ. അതുപോലെയാണ് ഇതും. നമ്മൾ ഇത്രയും നേരം നമ്മൾ നടന്ന് കഷ്ടപ്പെട്ടതിന് ഒരു നമ്മുടെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്, അത് വേറൊരു ഹാപ്പിനെസ് തന്നെയാണ്. സോ പിന്നെ എനിക്ക് കാണുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ ട്രസ്റ്റ് മീ ഗായ്സ്, ഇറ്റ്സ് വർത്ത്. ആ ടൈമും വർത്താണ്, എല്ലാം വർത്താണ്. നിങ്ങൾ ഒരിക്കൽ പോയാലേ മനസ്സിലാവും. അതുകൊണ്ട് അവിടെ നിൽക്കുന്നത് തോന്നും ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ തിങ്ങാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മളത് അവിടെ നിൽക്കുമ്പോൾ ആ കിട്ടുന്ന ഫീൽ, അത് ഒരു കിട്ടിയിലും ഫീലാണ്. അതുപോലെ നമുക്കവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അവിടെ എത്ര നേരം വേണമെങ്കിലും അതിൻ്റെ താഴെ എന്ത് ചെയ്യാം, നമുക്ക് നീന്താം, കുളിക്കാം, എന്ത് വേണം, വാട്ടർ യു വാണ്ട്. അവിടുത്തെ ഗാർഡ് പറയുന്നത് മാത്രം അനുസരിച്ച് അത് നിങ്ങൾക്ക് ബാക്കി എത്ര ടൈം വേണോ സ്പെൻഡ് ചെയ്യാം. ഭയങ്കര നല്ല തണുത്ത ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ.